ആരാ മോളെ വിളിച്ചത്? ആ ഓട്ടക്കാരൻ സതീശനാ. എന്താ? ടൗണില് അവൻ നമ്മുടെ ആദ്യയും ഏതോ ഒരു പെണ്ണിനെയും ദുരൂഹ സാഹചര്യത്തിൽ ഒരുമിച്ച് കണ്ടുന്ന്. ദുരൂഹ സാഹചര്യത്തിലോ? അവൻ പറഞ്ഞതല്ലേ, ആർക്കറിയാം നേരാണോന്ന്. അവർ രണ്ടുപേരും കൂടി ഒരു കാറിൽ കയറി പോയെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഫോളോ ചെയ്യാൻ. അതെന്തായാലും നന്നായി. പറഞ്ഞത് സതീശനായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കണ്ട. ഒന്നുമില്ലാതെ അവനങ്ങനെ പറയത്തില്ല. അഥവാ ആ പെണ്ണിനെ ആദിമോന്റെ കാമുകിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ മോളെ? മോളെന്താ ആ വഴി ചിന്തിക്കാത്തേ? എന്റെ മോളെ, ലച്ചു പോയപ്പോ പൂജയെ തിളയ്ക്കാൻ ദൈവം നമുക്ക് കൊണ്ടുതന്ന പുതിയ ആയുധമാണെങ്കിലോ ഈ പെണ്ണ്. ആലോചിക്കാനൊന്നുമില്ല, അത് തന്നെ. ആദിമോനി പൂജയോട് പ്രേമമൊക്കെ വെറുതെ അഭിനയിക്കുന്നതാണെന്നേ. ആർക്കറിയാം യഥാർത്ഥത്തിൽ അവർ തമ്മിൽ എന്താണെന്ന്. അന്ന് ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ച ദിവസം അവരെന്താ പറഞ്ഞത്? നാടകം പഠിക്കുവാണ് അല്ലേ? ഇവിടെ എല്ലാവരും കൂടെ കൂടി അതങ്ങ് വിശ്വസിക്കുകയും എന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. സത്യം അതാണെന്നുള്ളതിന് തെളിവെന്താ? എനിക്ക് ഉറപ്പുണ്ട് അന്ന് അവിടെ നടന്നത് നാടകമല്ല, ശരിക്കും അവരടിച്ചു പിരിഞ്ഞതാ. പിന്നെ എല്ലാരും പറഞ്ഞ ചളുകളോ ആയപ്പോ അവര് ചുമ്മാ ഒരു നാടകക്കഥ അടിച്ചിറക്കിയതാ. അത് മാത്രമല്ല, മോള് കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ആദ്യക്കുട്ടനും അവളും തമ്മിലേ നല്ല ഒന്നാന്തരം പ്രകടനമാണ്. അപ്പോ സതീശൻ പറഞ്ഞത് സത്യമായിരിക്കും അല്ലേ? അവൻ കാറി കയറി പോയത് അവന്റെ കാമുകിയോടൊപ്പം ആയിരിക്കും അല്ലേ? ഉറപ്പല്ലേ? പിന്നെ ഇവളെ പോലൊരു മൂരാച്ചിയുടെ കൂടെ നമ്മുടെ ആദ്യക്കുട്ടൻ എത്ര കാലം ജീവിക്കും മോളെ? പൊന്നുമോളെ, പൂജക്കുട്ടി ഇനി വന്നേ. നീ അറിഞ്ഞോ വിശേഷങ്ങളൊക്കെ? ഇപ്പൊ വേണ്ട ചേച്ചി, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവട്ടെ. ഇതിൽ കൂടി ഇനി എന്തോന്ന് വ്യക്തമാകാൻ? മോൾ അടങ്ങിയിരിക്കെ. നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി കേട്ടോ പൂജ മഹാറാണി. ആദ്യമോന് വേറെ പെണ്ണിനെ കിട്ടി.